മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പല കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് കുട്ടികൾ പഠനത്തോടൊപ്പം കൃഷി കൂടി ചെയ്യുമ്പോൾ അവരുടെ ഭൗതിക തലങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പലരും ചോദിച്ചു. അതായത് ഇപ്പം സാധാരണ സാമ്പത്തിക ശേഷിയുള്ള ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ തന്നെ ഈ കൃഷിയോട് താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യം അവർ കാണിക്കുന്ന ഉടനെ അവർക്ക് ഭൗതിക തലത്തിൽ സാമ്പത്തികം ഉപരി ഭൗതിക തലത്തിൽ നേട്ടങ്ങളുണ്ടോ? അപ്പോൾ അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളരെയധികം പ്രയോജനമുണ്ട്. ഒരു ആളുടെ വികാസം എന്ന് പറയുന്നത് അയാളുടെ സാമ്പത്തികം മാത്രമല്ല, അയാളുടെ ശരീരം വളർച്ച മാത്രമല്ല, പകരം ബുദ്ധിപരവും അതുപോലെ തന്നെ മാനസികവുമായ വികാസം കൂടി വളർന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ വികാസം പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അങ്ങനെയാവുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കൃഷി നിരന്തരമായി ചെയ്യുന്ന ഒരാൾ, അതായത് ഇപ്പം പഠനത്തോടൊപ്പം പഠനം ഒരു നിരന്തര പ്രക്രിയയാണ്. ഒരു കുട്ടി ഒരു 23 വയസ്സ് വരെയെങ്കിലും നല്ലവണ്ണം പഠിക്കുമ്പോഴാണ് അയാളുടെ പഠനം പൂർത്തിയാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി ഇന്നത്തെ കുട്ടികളുടെ ജീവിതമുണ്ട്. പഴയ കാലങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അയലോക്കത്തെ കുട്ടികളുമായി ഒത്തുചേർന്ന് വീടിന് പുറത്ത് മൈതാനങ്ങളിലൊക്കെ പോയി നിരവധി കളികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ അവർക്ക് നല്ല വ്യായാമം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ രീതി അത് മാറി. ഇന്ന് വളരെ വിദൂരങ്ങളായ സ്ഥലങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ രാവിലെ 7 മണിക്ക് സ്കൂൾ ബസ്സിൽ കയറുന്ന ഒരു കുട്ടി പലവിധ വഴികളിലൂടെ ആ വണ്ടി ഓടി യാത്ര ചെയ്ത് സ്കൂളിലെത്തുമ്പോൾ 9:30 ആവും. അത്രയും സമയം അവന് വ്യായാമം കിട്ടുന്നില്ല, പകരം ബസ്സിലിരിക്കുകയാണ്. പിന്നെ സ്കൂളിൽ ചെന്ന് പഠിക്കുക, അതേപോലെ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേന് ആ ദിവസം ഒന്ന് പോയിക്കൊണ്ടു. പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ അത് ട്യൂഷനുമായിട്ട് ഒന്ന് മാറും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഈ കുട്ടികൾക്ക് ഒരു വ്യായാമം കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ്. അതിന് തിരിഞ്ഞു ഒരു ദോഷവശമുണ്ട്. ആ ദോഷവശങ്ങളെ പറ്റി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പകരം നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി, കൃഷി ചെയ്യുന്ന ഒരു കുട്ടിക്ക്, പഠനത്തോടൊപ്പം കൃഷി ചെയ്യുന്ന ഒരു കുട്ടിക്ക് അയാൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ. അപ്പം ഈ നിരന്തരമായ വ്യായാമം ഈ കൃഷി ചെയ്യുന്ന ഈ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. നിരന്തരമായ വ്യായാമം. കാരണം നമ്മൾ ഉപദേശിക്കുന്നത് ഒരു ദിവസം 1 മണിക്കൂർ ഈ കുട്ടി കൃഷി ചെയ്യണമെന്നാണ്. ഒരു ദിവസം 1 മണിക്കൂർ ഈ കുട്ടി കൃഷി ചെയ്യുമ്പോൾ അയാൾക്ക് ഈ 1 മണിക്കൂർ ആ കൃഷിയിടത്തിൽ പോകാനും എടുക്കാനും കിട്ടും. അപ്പോൾ ആ നിരന്തരമായ ഒരു വ്യായാമം കിട്ടും. ആ വ്യായാമത്തിൻ്റെ ഫലമായിട്ട് ഈ രക്തക്കുഴലുകൾക്ക് നല്ല വികാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രക്തക്കുഴലുകൾ വികസിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യുന്ന ആളുടെ വായു നല്ല രീതിയിൽ ഓക്സിജൻ സ്വീകരിക്കാനും അശുദ്ധവായുവിനെ പുറന്തള്ളാനും ഈ ആൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ മറ്റൊന്ന്, ഈ വ്യായാമത്തിലൂടെ നല്ല പേശികൾക്ക്, നമ്മുടെ ശരീര പേശികൾക്ക് നല്ല ദൃഢതയും ഉറപ്പും ഒക്കെ കിട്ടും. അതിൻ്റെ ഫലമായിട്ട് നല്ല ദഹനപ്രക്രിയ നല്ല രീതിയിലാവും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത അല്ലെങ്കിൽ ശരീരത്തിന് പുറന്തള്ളേണ്ട ആ ദുർമേധസ്സും അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തു പോകാനും ഒപ്പം നല്ല രീതിയിൽ വിശപ്പുണ്ടാകുകയും ചെയ്യും. വിശപ്പുണ്ടാകുന്ന നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യകരമായി നല്ല വിശപ്പുണ്ടാകുന്നു. ഒപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദ് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വീണ്ടും ശരീരത്തിന് ആവശ്യമായ കലോറി സ്വീകരിക്കാനും അതിനുശേഷം ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളപ്പെടാനും ഇതുമൂലം സാധിക്കുന്നു. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മനസ്സിൻ്റെയും വ്യായാമം നടക്കുന്നുണ്ട്. അത് വിവിധങ്ങളായ അറിവുകൾ ശേഖരിക്കാൻ ഈ കുട്ടി തയ്യാറാവുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങൾ, പഠനത്തെ സംബന്ധിച്ചുള്ള അറിവ് ശേഖരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള അറിവുകൾ, അതായത് കൃഷിയെ സംബന്ധിച്ചും മണ്ണിനെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചൊക്കെ അറിവ് ഈ കുട്ടി ശേഖരിക്കുന്നു. ഒപ്പം ഈ കുട്ടി നട്ടു വളർത്തുന്ന ആ സസ്യങ്ങളെ, ആ കൃഷി ഇനങ്ങളെ പരിചരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതോടൊപ്പം തന്നെ തനിക്ക് സംരക്ഷണം നൽകുന്ന മാതാപിതാക്കളെ കൂടി ഉൾക്കൊള്ളാനും അവരെ സംരക്ഷിക്കാനും അവരെ പരിചരിക്കാനും ഒക്കെയുള്ള ഒരു വാസനയും വൈഭവും ഒരു ഉൾപ്രേരണയും ഈ കുട്ടിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹം, മറ്റുള്ളവരോട് മാതാപിതാക്കളോടും
മറ്റ് ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ ഉള്ള ഒരു സ്നേഹമുണ്ടാവുകയും ആ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണെന്നൊരു ബോധം ഈ കുട്ടിക്കുണ്ടാവുകയും ചെയ്യുന്നു. അതും തർക്കമറ്റ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു ആൾക്ക് പൂർണ്ണ വളർച്ചയെത്താനുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ച പൂർണ്ണതയിൽ എത്തിക്കുവാൻ പഠനത്തോടൊപ്പം കൃഷി ചെയ്യുന്ന ഒരു കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ഒപ്പം ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികളെന്ന് പറയുമ്പോൾ ദീർഘകാല വിള ചെയ്യാം, ഹ്രസ്വകാല വിളകൾ ചെയ്യാം. ഉദാഹരണത്തിന് ചീര അങ്ങനെയുള്ളതൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ഹ്രസ്വകാല വിളയാണ്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ഈ കൃഷികൾ നോക്കും, ചീരയൊക്കെയാണെങ്കിൽ. അപ്പം പോഷകസമ്പുഷ്ടമായ ആ ഇലക്കറികൾ അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, അത് കഴിക്കുന്നു. ഒപ്പം ഈ മത്സ്യമാംസാദികളുടെ ഉപഭോഗം അല്പം കുറയ്ക്കുന്നു. അത് ശരീരത്തിനും നല്ലതാണ്. കാരണം ഈ ചീരയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി ഒക്കെ ശരീരത്തിന് ലഭ്യമാകും. എന്നാൽ ഈ ചീരയും അതുപോലെ തന്നെ മറ്റുള്ള കാർഷിക വിഭവങ്ങൾ മാറ്റിക്കൊണ്ട് മത്സ്യമാംസാദികൾ മാത്രം കൂടുതലായിട്ട് ചോറിനോടൊപ്പം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു പ്രവണത വരും. അതിൻ്റെയൊക്കെ ഉപയോഗം കൂടുതലാകുമ്പോൾ ശരീരത്തിന് തീർച്ചയായിട്ടും ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊഴിവാക്കാനാണ് കുട്ടികൾക്ക് ഈ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും. കാരണം പാവലും പയറും ചീരയും വെണ്ടയും മത്തനും ചൊരയും വെള്ളരിയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ അത് കറികളിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് നമുക്ക് നമ്മുടെ തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ തമിഴ്നാട്ടിൽ നിന്നോ മറ്റൊന്നും ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അപ്പോൾ ഇത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വിളവ് കാണാനും അത് വിളഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ പ്രയത്നം കൊണ്ടാണല്ലോ ഇത് ഉണ്ടായി കിടക്കുന്നതെന്ന് മനസ്സിലാക്കാനും നല്ല പ്രവൃത്തിക്ക് നല്ല ഫലങ്ങളുണ്ടെന്നും അത് നമുക്ക് അനുഭവിച്ചാൽ വളരെ സ്വാദ് തരുന്നതാണെന്നും ഒക്കെയുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്ക് കഴിയും. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ അവൻ്റെ ചിന്തകൾ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടത്തില്ല. തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാതെ ആ പോസിറ്റീവായ വഴിയിലേക്ക് ആ കുട്ടിയുടെ ശ്രദ്ധ ക്രിയാത്മകമായ ചിന്തകളായി മാറുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് തന്നെയും ആ കുട്ടിയെ വളർത്തുന്ന വീട്ടുകാർക്കും ഒപ്പം നാട്ടുകാർക്കും ഒപ്പം നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി തന്നെ പ്രവർത്തനങ്ങൾ വരികയും ചെയ്യും. അപ്പം ഒന്ന് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനം ഉണ്ടാകണം എന്ന ഒരു ധാരണ ഈ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കൃഷിയിലൂടെ സാധിക്കുന്നു. ഒപ്പം പരാജയത്തെ അതിജീവിക്കാൻ ഈ കുട്ടി പഠിക്കുന്നു. ഒപ്പം വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവണത ഈ കുട്ടിക്ക് ചേരുന്നു. അങ്ങനെ നിരവധി ഗുണങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും എന്നുള്ള തർക്കമാണ്. പിന്നെ വസ്തുക്കളുടെ വിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന് എങ്ങനെ പരിഹാരമുണ്ട്? അപ്പം ഒരു 5 സെൻറ്റ് പുരയിടത്തിലാണ് ഒരു കുട്ടി താമസിക്കുന്നത്. വളരെ തുച്ഛമായ സ്ഥലമുള്ളെങ്കിലും അവിടെയും ആ കുട്ടിക്ക് ആവുന്ന തരത്തിൽ കൃഷികൾ ചെയ്യാനുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കുന്നതാണ്. എന്തായാലും ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ച ആ കുട്ടിക്ക് ഞാൻ അഭിനന്ദനം അർഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും ശേഖരിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.